ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടും കൊണ്ടാണ്. എറണാകുളംകാരുടെ സ്വന്തം ഫോർട്ട് കൊച്ചി. അപ്പോൾ നമ്മളിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഫോർട്ട് കൊച്ചിയുടെ കുറച്ച് വിശേഷങ്ങളും ഈവനിങ് കാഴ്ചകളും കാണിക്കാനായിട്ടാണ്. ഫോർട്ട് കൊച്ചി എന്ന് ആദ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ ബിലാലിക്കയാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബിലാലിക്കയുടെ വീട് കാണാനായിട്ടാണ്. എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്പോട്ട് തന്നെയാണ്. ഇവിടെ ഫോർട്ട് കൊച്ചി എന്ന് പേര് വരാൻ കാരണം പോർച്ചുഗൽക്കാർ ഇവിടെ വന്ന് കോട്ട കെട്ടിയതിനെ തുടർന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് കൊച്ചിയിലെ ഇമ്മാനുവൽ കോട്ട. പോർച്ചുഗീസ് ഭരണകാലത്ത് അടയാളമായിരുന്ന കോട്ടയായിരുന്നു കോട്ട കൊച്ചി. ഇപ്പോൾ അത് നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചി. നമ്മളിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയുടെ ഈവനിങ് വിശേഷങ്ങളാണ്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എത്താൻ ബോട്ട് സർവീസും അതുപോലെ തന്നെ ബസ് സർവീസും അവൈലബിൾ ആണ്. ഇവിടെ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ റോഡ് തന്നെയാണ്. നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ലതുപോലെ എൻജോയ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കൊച്ചു കൊച്ചു കടകൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. പിന്നീട് എടുത്തു പറയാനുള്ളത് ഇവരിപ്പോഴും മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് ചൈനീസ് നെറ്റുകളാണ്. കുറച്ചധികം കഥകളും വിശ്വാസങ്ങളും ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഫോർട്ട് കൊച്ചി. ഇപ്പോൾ ഈ ബീച്ചിന്റെ സൈഡിലായി കാണുന്നതാണ് വള്ളാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ. കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് വിദേശ രാജ്യങ്ങളിൽ ഇവിടെ വന്നിട്ടാണ് കണ്ടെയ്നറിലാക്കി കയറ്റി അയക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒട്ടനവധി ഷിപ്പുകൾ പോകുന്നത് കാണാം. ഈ വൈകുന്നേരത്തെ ആകാശം കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ഈവനിങ് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് കുറേ നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ബീച്ചിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമുക്ക് പതുക്കെ സ്ട്രീറ്റിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡച്ച് സെമിത്തേരിയാണ്. ഫോർട്ട് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഡച്ച് സെമിത്തേരി 1724 ഡച്ച് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഡച്ച് സെമിത്തേരി. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബിൽഡിങ്സ് തന്നെയാണ്. അവർ ചെയ്തിരിക്കുന്ന രീതിയും പിന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. നമ്മൾ ഈ നടന്നു പോകുന്ന വഴി കൂടെ തന്നെയാണ് കഫേയും റെസ്റ്റോറൻറ്റും ഹോം സ്റ്റേയും എല്ലാം അവൈലബിൾ ആണ്. ഫോർട്ട് കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ നമുക്കിവിടെ സൈക്കിളും അവൈലബിൾ ആണ്. സൈക്കിളിൽ തന്നെ QR കോഡ് ഉള്ളത് കൊണ്ട് തന്നെ പേ ചെയ്ത് നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഫോർട്ട് കൊച്ചി നടന്നാണ് എക്സ്പ്ലോർ ചെയ്തത്. ഒരു ഗൈഡും കൂടെ ഉണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചിയുടെ കഥകളെല്ലാം നമുക്ക് കേട്ട് തന്നെ നടക്കാം. ഇതിലൂടെ മെയിനായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ രീതി തന്നെയാണ്. പിന്നെ അവിടുത്തെ ഏരിയ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുമില്ലായിരുന്നു. ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണണമെങ്കിൽ അത് നൈറ്റ് തന്നെ പോകേണ്ടി വരും.
വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഈ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വഴി തെറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വീണ്ടും വന്ന സ്ഥലത്ത് തന്നെ വന്നുകൊണ്ടിരിക്കും. അവർ പിന്നെ ഓരോ ബിൽഡിങ്സും അതിൻ്റേതായിട്ടുള്ള അട്രാക്ഷനിലാണ് നിർത്തിയിരിക്കുന്നത്. പെയിൻറ്റിങ്ങിലായാലും അത് ഒരുക്കിയിരിക്കുന്ന രീതിയായാലും. ഇടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മൾ കറങ്ങി കറങ്ങി അവസാനം നമ്മുടെ സ്പോട്ടെത്തി. നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന നമ്മുടെ ബിലാലിക്കയുടെ വീട്. ഫോർട്ട് കൊച്ചി വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ കാണാതെ പോകാറില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ഫ്രണ്ട്സ്.